ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നേക്ക് ആൽമണ്ട് മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റംസാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് വേണേ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ ഏതെങ്കിലും ബ്രാൻഡിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ബൗൾ എടുക്കുക. അതിനകത്ത് ഒരു 3 ടീസ്പൂൺ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കാണെങ്കിൽ പാൽ തിളപ്പിക്കാൻ വെച്ചേക്കുന്നില്ല. അതിനകത്ത് നമുക്ക് ഒരു തവി പാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സാക്കി വെക്കാനായിട്ട്, അല്ലെങ്കിൽ പാലിൽ പോയിട്ട് അതെല്ലാം കട്ടയായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് നേരത്തെ കട്ടയെല്ലാം ഉടച്ച് വെക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു കുങ്കുമപ്പൂ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇതില്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ലായിരുന്നൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്കാണെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണേ എഴുതണമെങ്കിൽ ഇത്രയും സ്വീറ്റ് മീഡിയം ആകട്ടോ, ഇത്രയും പാകം ഇത്രയും വേണം. അപ്പം ഞാൻ അതനുസരിച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാറിലിട്ട് 25 ബാദാം ഞാനാണെങ്കിൽ കുതിർത്തി 2 മണിക്കൂറത്തേക്ക് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തൊലിയെല്ലാം കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് ചൂട് വെള്ളത്തിയിട്ട് അതിന് ശേഷം വേണം അതിന് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു തരിയത്തോടെ വേണം അരച്ചെടുക്കാനായിട്ട്. കഴിക്കുമ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ ഓരോ ബൈറ്റായിട്ട് നമുക്ക് കിട്ടുന്ന രീതി വേണം ചെയ്യാനായിട്ട്. ഇവിടെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ അരച്ച് ബദാം നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തൊക്കെയാണ് പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ പാലൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റർഡ് നമ്മൾ ഇളക്കി മിക്സാക്കി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതും കൂടെ നമുക്കത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു സൈഡിൽ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവും കേട്ടോ. അതുകൊണ്ട് വേണം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു സൈഡിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ കസ്റ്റർഡ് പൗഡർ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കസ്റ്റർഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റത്തേക്ക് തിളച്ചാൽ മതി. പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അത് കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ചത് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, കാജു, ബദാം, പിസ്ത ഇത്രയും കൂടി ഞാൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് 2-3 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം തണുത്ത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു മുഴുവൻ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സെർവ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് നട്ട്സും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബദാം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.